ஆயர் மூவர் கீழ் தேசம் விட்டு வந்தோம் வெகு தூரம். கையில் காணி கைகள் கொண்டு பின் செல்வோம் நட்சத்திரம். ஓராவின் ஜோதி நட்சத்திரம், ஆச்சரிய நட்சத்திரம், நித்தம் வழி காட்டி செல்லும் உந்தன் மங்கா நட்சத்திரம். பெத்லகேம் வந்த ராஜாவே, உம்மை நித்திய வேந்தனென்றே கிரீடம் சூடும் நற்பொன்னை நான் வைத்தேன் உன் முன்னமே. ஓராவின் ஜோதி நட்சத்திரம், ஆச்சரிய நட்சத்திரம், நித்தம் வழி காட்டி செல்லும் உந்தன் மங்கா நட்சத்திரம். வெள்ளை கோலம் நான்கிவே கொண்டு வந்தேன் கடவுளே, துஷ்ட பாவ பாரம் தாங்கி மரித்தாதீவரே. ஓராவின் ஜோதி நட்சத்திரம், ஆச்சரிய நட்சத்திரம், நித்தம் வழி காட்டி செல்லும் உந்தன் மங்கா நட்சத்திரம். ഈയോട് പ്രദേശത്തിന്റെ വിളക്കായി, കണ്ണിന് വെളിച്ചമായി, കുട്ടികൾക്ക് അറിവായി, ദൈവജനത്തിന് ആശ്വാസമായി, കുടുംബങ്ങൾക്ക് അത്താണിയായി ക്രിസ്തുജ്യോതി കുടുംബപിത നമ്മൾ ശിരസോടെ കൂപ്പുകരങ്ങളോടെ തിരുമുമ്പിൽ ആയിരിക്കുന്നു. നാഥ അനുഗ്രഹിച്ചാലും. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും അയക്കുന്ന പൊന്നു തമ്പുരാനെ, അവിഭക്ത തൃശൂർ പ്രോവിൻസ് 1907 ഒരു കൊച്ചു വാടക വീട് ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റ്യൻ കടമ്പാട്ടുപറമ്പിൽ വികാരിയായും ചാർജ് എടുത്തു. അങ്ങനെ ഈറോഡ് പ്രദേശത്ത് ഫ്രാൻസിസ്കൻ ക്ലാര സഭയുടെ ഒരു ചെറുചെടി വളർന്നു പുഷ്പിച്ചു. ആറ്റുതീരത്ത് നട്ട തൈച്ചെടി പോലെ അറിയപ്പെട്ടു വരുന്നു. ഈ ഭവനത്തിന് ബഹുമാനപ്പെട്ട ജലാസീമ തുടങ്ങി ഇപ്പോഴുള്ള ഇയേഴ്സും, ബഹുമാനപ്പെട്ട ജലാസീമ തുടങ്ങി സിസ്റ്റർ ആൻറ്റിറ്റി വരെ 9 പ്രധാന അധ്യാപികമാരും വികാരിമാരായി ഇന്നോളം ഈ ഭവനത്തിന്റെ കഷ്ടാരിഷ്ടതകളിലും ഇരുളിലും വെളിച്ചത്തിലും കാർമേഘത്തിലും മഴയിലും മഞ്ഞിലും കൈപ്പിടിച്ച് നടത്തുവാൻ സഹായിച്ച എല്ലാ മുൻ പ്രൊവിൻഷ്യാളമ്മമാരെയും ടീം അംഗങ്ങളെയും ഇപ്പോഴത്തെ പ്രൊവിൻഷ്യലായ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റർ ടെറസീനിയെയും ടീം അംഗങ്ങളെയും അവരുടെ ത്യാഗോജ്വലമായ പ്രാർത്ഥനകളെയും പ്രവർത്തനങ്ങളെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം അവരുടെ ജീവിത നിയോഗങ്ങളിലേക്ക്, ശുശ്രൂഷാ ദൗത്യത്തിലേക്ക് ഈശോയെ അങ്ങയുടെ പൊൻകരം നീട്ടണമേ. ഈ ശുശ്രൂഷാ ദൗത്യം അങ്ങ് ഏറ്റെടുത്ത് നടത്തണമേ. ഇവിടെ
പ്രവർത്തിച്ച കാലിസ്റ്റ് കോൺഗ്രിഗേഷന്റെ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറലും തൃശൂർ പ്രോവിൻസിലെ അംഗവുമായ ബഹുമാനപ്പെട്ട റോസ് അനിതമ്മയെയും ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിനും സമുന്നതിക്കും വേണ്ടി സഹായിച്ച എല്ലാ ഉപകാരികളെയും, ആശ്രമ ശുശ്രൂഷികൾ, ഇടവക മക്കൾ എന്നിവരെയും ഈ വേദിയിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നാഥ, സ്വീകരിച്ചാലും. ക്രിസ്തുജ്യോതി കുടുംബത്തിന് രൂപവും ഭാവവും നൽകി ഇന്ന് ദിവ്യ അർപ്പിച്ച് ഈ ജൂബിലിയുടെ നന്ദിയുടെ ബലി അർപ്പിക്കാൻ നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ രൂപതാധീശൻ മാർക്കോളായ പാട്ടുപിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ബലി അർപ്പണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എല്ലാ സിസ്റ്റേഴ്സിനെയും, സഭാധികാരികളെയും, ബഹുമാനപ്പെട്ട വൈദികരെയും, എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. Oh
നവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തിനതു പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നൊരു നീടണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപി നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോമിശിഹ ഭരമേൽപ്പിച്ച ദിവരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവിന്നവധാനങ്ങൾ കീർത്തിപ്പിൻ പുതു ഗാനത്താൽ വാഴ്ത്തി പാടി നമിക്കട്ടെ. പാർത്തലമെല്ലാം മൂടയവനേ. ാത്മജനും രോഗാക്കും സ്തുതി എന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേനാമേ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായും നീക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിനുള്ള വായന, അധ്യായം 25, വാക്യങ്ങൾ 8 മുതൽ 13 വരെ. കർത്താവെ ദൈവം അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ 7 സാബത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം.
ഓരോരുത്തരും തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. ദൈവമായ കർത്താവിനെ സ്തുതി. ഞങ്ങൾ കേട്ടവയെ ദൈവിക നഗരത്തിൽ നേരിൽ കണ്ടല്ലോ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുജനദാസൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നയിക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അവസാനമായി സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവിൻ. എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ നിന്ന് കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Hallelujah, 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 hallelujah.
അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയാമേ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി തന്നെ തനിയെ വിട്ടിരിക്കുന്നു, നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള വൈദിക സഹോദരരെ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ആരാധനക്രമ വത്സരത്തിലെ ധനകാലത്തിൻ്റെ 4-ാമത്തെ ബുധനാഴ്ചയാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്ന ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ് ധനകാലം. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ക്രിസ്തു ജ്യോതി ചാപ്പലിലും ക്യാമ്പസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു രൂപമാണ് ക്രിസ്തു ജ്യോതി എന്നുള്ളത്. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്, വിളക്കാണ് എന്നുള്ള വലിയ സത്യം നമ്മൾ ഓർക്കുകയും മറ്റുള്ളവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. എങ്ങനെയാണ് കർത്താവ് നമുക്ക് വെളിച്ചമാകുന്നത് എന്ന് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു കുടുംബമാണല്ലോ മർത്തായും മറിയവും. കർത്താവ് ജെറുസലമിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്ട്രെയിനും ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി കയറിയൊരു വീടായിരുന്നു മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം. അവിടെ പതിവ് പോലെ മർത്തയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവിനെ സൽക്കരിച്ച് കർത്താവിൻ്റെ യാത്രയിൽ കർത്താവിനെ ശക്തിപ്പെടുത്തി വിടുക എന്നുള്ളതായിരുന്നു മർത്തായുടെ താല്പര്യം. പക്ഷേ അവിടെ എന്തൊക്കെയോ ഒരു മുറുമുറുപ്പുള്ളത് പോലെയാണ് നമുക്കും കർത്താവിനും തോന്നിയത് എന്ന് വളരെ വ്യക്തമാണ്. എന്താണ് കാരണം? 2 ടെമ്പറമെൻറ്റ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒരാൾ വളരെ ആക്റ്റീവാണ്, മറ്റാൾ കണ്ടംപ്ലേറ്റീവാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടംപ്ലേഷൻ ആവശ്യം. അപ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും പ്രാർത്ഥനയും സ്തുതിപ്പും ആയിട്ട് ശാന്തമായിട്ടിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർ അല്പം താഴ്ന്നവരാണെന്ന് പറയും. അതിന് പറയുന്ന പേരാണ് സ്പിരിച്വൽ പ്രൈഡ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. നന്നായി പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ, ധ്യാനിക്കാൻ കഴിവുള്ളവർ, വചനം വായിക്കാൻ താല്പര്യമുള്ളവർ, അതിരുന്ന് ശാന്തമായി ഇരുന്ന് എല്ലാം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ പിശാചിന് തട്ടിപ്പ് പോലെ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ സ്പിരിച്വൽ പ്രൈഡ്. ഞാനാണ് ദൈവസന്നിധിയിൽ കുറച്ചുകൂടി സ്വീകാര്യത. നമുക്കറിയാമല്ലോ, പഴയ പരിസേനും ചുങ്കക്കാരൻ്റെയും കാര്യം കർത്താവ് പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ മറിയത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശാന്തമായിട്ടിരിക്കുക, കാര്യങ്ങൾ നടത്തുക, കർത്താവിനെ കേൾക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു.
മർത്തയാകട്ടെ കർത്താവിനോട് അതിരറ്റ സ്നേഹമുള്ള ആളായിരുന്നു. കാരണം മർത്തായാണല്ലോ മറിയത്തേക്കാൾ സ്പീഡിൽ ഓടിച്ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ താല്പര്യം കാണിച്ചിരുന്നത്. ഷി വാസ് വെരി ആക്റ്റീവ്. അവളുടെ ശ്രദ്ധ മുഴുവനും കർത്താവിന് ഇങ്ങനെ ക്ഷീണിതനായി വന്നപ്പോൾ കർത്താവിന് വേണ്ട രീതിയിൽ സൽക്കരിച്ച് വിടണം എന്നുള്ളതാണ് ഒരു ചിന്ത. അപ്പോൾ ഇറ്റ് വാസ് എ ക്ലാഷ് ഓഫ് ടു ടെമ്പറമെൻറ്റ്സ്. ഇത് രണ്ടും ആവശ്യമാണ്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മർത്തകളും വേണം, മേരികളും വേണം. അതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഇന്നും അങ്ങനെ തന്നെയാണ്. രണ്ടു കൂട്ടർ ആവശ്യമാണ്. എല്ലാവരും പള്ളിയുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ ആരും നോക്കാണ്ടാവും. പക്ഷെ അതേസമയം പള്ളിയിൽ കടക്കാതിരുന്ന് പ്രവർത്തിച്ചാൽ മാത്രം എന്താ സംഭവിക്കും? ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതിന് നമ്മൾക്ക് കർത്താവ് ജ്യോതിയായിട്ട് വന്നിരിക്കുന്ന കർത്താവ് നമുക്ക് തരുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ മറിയവും അതുപോലെ മർത്തായും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടെ കർത്താവിൻ്റെ മനസ്സിൽ വേറെ ചിന്തയായിരുന്നു. കർത്താവ് വലിയ ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണമല്ല ആ സമയത്ത് കരുതിയിരുന്നത്, കർത്താവ് ആഗ്രഹിച്ചത്. അതായത് കർത്താവ് ജെറുസലേമിൽ തനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ കഷ്ടപ്പാടുകളെക്കുറിച്ച്, താൻ കടന്നു പോകേണ്ട പെസഹായെക്കുറിച്ചൊക്കെയുള്ള ഒരു ആകുലത മാനുഷികമായിട്ട്, അതൊരു പക്ഷേ ദൈവപുത്രൻ എന്ന നിലയിൽ കർത്താവിനതെല്ലാം പറ്റുന്നതായിരുന്നു. പക്ഷെ നമുക്കൊരു മാതൃക നൽകാൻ വേണ്ടി ആ മാനുഷികതയിൽ നിന്നുകൊണ്ട് കർത്താവ് മനസ്സിൽ അനുഭവിക്കുന്ന സ്ട്രെയിൻ, മനസ്സിൽ അനുഭവിക്കുന്ന ആ ക്രൈസിസ്, ആ ടെൻഷൻ, അത് കുറച്ച് നേരം എനിക്കേറെ മനസ്സുകൊണ്ട് മാനസികമായ പൊരുത്തമുള്ള ആ വീട്ടിൽ ചെന്നിരുന്ന് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് ശാന്തമായിട്ടിരിക്കുന്നതുകൂടെ അതിലൂടെ കഴിയും എന്നുള്ള രീതിയിൽ കർത്താവ് ചിന്തിച്ചു. കർത്താവ് അത്ര ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിനൊന്നും വഴി കൊടുക്കാതെ മർത്ത തൊട്ടടുത്ത് വരാതെ ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുകയാണ്. സോഡിയം വെള്ളത്തിൽ വീണ പോലെ ഇങ്ങനെ പരവേശം നടത്തുക. അതാണ് കർത്താവിന് ഇഷ്ടക്കുറവ് വരാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ആഗ്രഹിച്ചത് ഇങ്ങനെയുള്ളൊരു സൽക്കാരമല്ല. കർത്താവിന് സ്വസ്ഥമായിട്ടുള്ള കുറച്ച് നേരം ആ കുടുംബത്തിൽ ചെലവഴിക്കണം, അങ്ങനെ ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹം. ഒരു പക്ഷേ മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും, എന്തുകൊണ്ടാണ് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഒരാൾക്ക് വീട്ടിൽ കയറി വന്നാൽ, പ്രത്യേകിച്ചും കർത്താവിനെ പോലെ ഏറെ ഒരു ഡിവൈൻ ഗസ്റ്റ് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയോട് ആ ആതിഥേയ മനോഭാവം കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്, കർത്താവ് കുറ്റപ്പെടുത്തല്ല, ഓരോരുത്തർക്കും ആവശ്യമുള്ളത് കൊടുക്കാവോ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലായ്പ്പോഴും പാൽപ്പായസം അന്വേഷിച്ച് വരുന്നവരല്ല, എല്ലായ്പ്പോഴും നമ്മുടെ അടുത്തേക്ക് ബീഫ് കാലന്വേഷിച്ച് വരുന്നവരല്ല. ചിലപ്പോൾ അവർ വരുന്നത് കുറച്ച് നേരം ശാന്തമായിട്ടിരുന്ന് സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. മറ്റുള്ളവർക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ളതേ കൊടുക്കാവോ. ആവശ്യമുള്ള സമയത്ത് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ തിരുവചനത്തിലൂടെ കടന്നുപോയി നമ്മുടെ ഈ ജൂബിലി കൊണ്ടാടുമ്പോൾ എനിക്ക് നമ്മോട് പറയാനുള്ളത്, കർത്താവ് ഈ കുടുംബത്തെ പശ്ചാത്തലത്തിൽ നമ്മളോട് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വി ഷുഡ് ബി ബോത്ത് കണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ്. ഇത് ഒരുപക്ഷെ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും അടക്കം, അൽമാരി പിന്നെ പറയേണ്ട കാര്യമില്ല, അവരുണ്ട് ഒരുപാട് പേരങ്ങനെ. അതായത് കടമകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളി പോയില്ലെങ്കിലും കുഴപ്പമില്ല, ധ്യാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വചനം വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കടമകൾ നിറവേറ്റുക. അപ്പൻ എന്നുള്ള നിലയിൽ, അമ്മ എന്ന നിലയിൽ, അതുപോലെ സുപ്പീരിയർ നിലയിൽ, വൈദികർ നിലയിൽ, മെത്രാൻസ് നിലയിൽ കടമകളൊക്കെ നിർവഹിച്ച് പോകുക. ആ കടമകൾ തന്നെയാണ് വർഷിപ്പ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടെന്ന്. അത് തെറ്റാണെന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ ശൈലി അതായിരുന്നില്ലല്ലോ. ഹി വാസ് ബോത്ത് കണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ്. ആക്റ്റീവായിട്ട് മിനിസ്ട്രി കഴിഞ്ഞ് പിന്നെ കണ്ടംപ്ലേഷന് വേണ്ടി കയറിയിരുന്ന കർത്താവ് മലമുകളിലേക്കും മറ്റിടങ്ങളിലേക്ക് പോകുക, ഗത്സമൻ തോട്ടത്തും പോലെയുള്ള ഇടങ്ങളിലേക്ക് പോകുകയായിരുന്നു. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ് പ്രാർത്ഥനയ്ക്കും പ്രവർത്തനത്തിനുള്ള, അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പുണ്യവാൻ എപ്പോഴും പറയുന്നത് ഓറാത്ത് ലബോറ, പ്രേ ആൻഡ് വർക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. ബെനഡിക്റ്റ് പിതാവാണല്ലോ നമ്മുടെ മൊണാസിസത്തിൻ്റെ സന്യാസത്തിൻ്റെ ഒക്കെ ഏറ്റവും ഉയർന്ന പിതാക്കന്മാരിൽ ഒരാളാണ് സെൻറ്റ് ബെനഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്റ്റീവാകാനുള്ള എനർജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടംപ്ലേഷനിലൂടെ ലഭിക്കുന്ന ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കർത്താവ് ക്ഷണിക്കുകയാണ്. നമുക്കറിയാലോ, ഈ നമ്മുടെ അതിവിശാലമായിട്ടുള്ള ക്രിസ്തു ജ്യോതി ക്യാമ്പസ്,
വലിയ സ്കൂളാണ്. ഈ റോഡിലെ ഏറ്റവും നല്ല സ്കൂളാണല്ലോ ഈ ക്രിസ്തു ജ്യോതി സ്കൂള്. നല്ല സ്കൂൾ, വളരെ നല്ല സ്കൂൾ, ലീഡിങ് സ്കൂളുകളിൽ ഒന്നാണല്ലോ ക്രിസ്തു ജ്യോതി. അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിസ്തു ജ്യോതിക്ക് വരുന്നത്, ഈ ക്രിസ്തു ജ്യോതി സ്കൂൾ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണത്? അത് ഇവിടെ നിന്നുള്ള പമ്പിങ്ങാണ് യഥാർത്ഥത്തിൽ. മഠം ഉണ്ടെങ്കിൽ, കോൺവെൻറ്റ് ഉണ്ടെങ്കിൽ ക്രിസ്തു ജ്യോതിക്ക് അർത്ഥമുള്ളൂ. കോൺവെൻറ്റിലുള്ള വ്യക്തികളുടെ അപ്പസ്തോലിക പ്രവർത്തന രംഗമാണ് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നാണ് പവർ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞാനിവിടെ വെഞ്ചരിക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് ഓർക്കുകയാണ്, വന്ന് ഇത് പുതുതായിട്ട് റിനോവേറ്റ് ചെയ്ത് വെഞ്ചരിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് ദ പവർ ഹൗസ് ഓഫ് ദിസ് ക്യാമ്പസ്. ഈ പവർ ഹൗസിനുള്ളിൽ നിന്ന് പവർ സ്വീകരിക്കാതെ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കണ്ടംപ്ലേറ്റീവ് ആക്റ്റീവ് മിനിസ്ട്രിയിലൂടെ ലോകത്തെ വളർത്താൻ, സഭയെ വളർത്താൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. കണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ് മിനിസ്ട്രി സമന്വയിപ്പിച്ച കർത്താവിൻ്റെ അതേ ശൈലി, ക്രിസ്തു ജ്യോതി എന്ന് പറഞ്ഞ ആ പ്രകാശമാണ് കർത്താവ് നമുക്ക് തരുന്നത്. ആ പ്രകാശം പ്രസരിപ്പിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇനി കർത്താവിൻ്റെ രൂപത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ടുപേരിരിക്കുന്നുണ്ട്. അവരാണ് ഈ ക്രിസ്തു ജ്യോതി നമ്മുടെ ഫ്രാൻസിസ്കനിലേക്ക്, ക്ലാരിസ്റ്റിലേക്ക് ഇറക്കി വിട്ടത്. അതാരാണത്? ഫ്രാൻസിസ് പുണ്യവാനാണ്. മൈ ഗോഡ് മൈ ഓൾ. കർത്താവ് ഫ്രാൻസിസ് അസീസി എനിക്ക് തോന്നുന്നത് കർത്താവിനേക്കാൾ കൂടുതൽ കണ്ടംപ്ലേറ്റീവ് നേച്ചർ കാണിച്ചൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്, മാനുഷികമായി ചിന്തിക്കുമ്പോൾ. അതേ മറ്റൊരു കാര്യത്തിനും അധികം പിന്നൊക്കെ എല്ലാവരായിട്ട് സംസാരിക്കും, ഓരോന്ന് പറയും. ഇന്ന് ഞാൻ വയലിൽ പോയി, എൻ്റെ ശിഷ്യന്മാരോടുകൂടി പോയി, അവിടെ പോയപ്പോൾ ഒരു കൃഷിഫലം വന്ന് എന്നോട് പറഞ്ഞു, പുണ്യാളനാണെന്ന് പറയുന്നുണ്ടല്ലോ, കളഞ്ഞു കുളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഫ്രാൻസിസ് അസീസി ചോദിച്ചു, ഇന്ന് എൻ്റെ അടുത്തേക്ക് കർത്താവ് കടന്നു വന്നത് ആ കൃഷിക്കാരൻ്റെ രൂപത്തിലാണ് എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് കണ്ടംപ്ലേഷൻ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ കണ്ടംപ്ലേറ്റീവ് ആൻഡ് ആക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തന്ന രണ്ട് വിളക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഫ്രാൻസിസ് പുണ്യവാനും ക്ലാര പുണ്യവതിയും. ജീസസ് ലോർഡ് ഈസ് മൈ ഹെറിറ്റേജ്, എൻ്റെ ട്രഷർ എന്ന് പറയുന്നത്, എൻ്റെ ഡൗറി എന്ന് പറയുന്നത് അതാണ് എന്ന് പറഞ്ഞ പുണ്യവതിയാണല്ലോ ക്ലാര പുണ്യവതി. ഈ പുണ്യാന്മാക്കളുടെ നിന്ന് ഇൻസ്പിറേഷൻ സ്വീകരിച്ചിട്ടാണ് ഈ സമൂഹം ഉണ്ടായത്. ആ സമൂഹമാണല്ലോ വാടക വീട്ടിൽ തുടങ്ങിയത്. വാടക വീട്ടിൽ തുടങ്ങിയ ശേഷമാണല്ലോ ക്രിസ്തു ജ്യോതി സ്കൂൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് ദേവാലയത്തിൽ നിന്നാണ്, നമ്മുടെ സന്യാസ ജീവിതത്തിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. നമുക്കറിയാം, നമ്മുടെ ഈ ക്രിസ്മസ് ഈ പറഞ്ഞ ജൂബിലി സെലിബ്രേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ദിസ് താങ്ക്സ് ഗിവിങ് സാക്രിഫൈസ്. ഇത് നന്ദി പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ ഏറ്റവും വലിയ രൂപം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചു അതിനേക്കാൾ വലിയൊരു നന്ദി പ്രകടനം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനില്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഒരുപാട് കടപ്പാട്, നമുക്കറിയാമല്ലോ, രാമനാഥപുരം രൂപത നിലവിൽ വന്ന് 14 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു 36 വർഷം ഉണ്ടല്ലോ നമുക്ക്. അത് പാലക്കാട് അഭിപത്യ രൂപതയുടെ ഭാഗമെന്നുള്ള നിലയിൽ നിങ്ങൾ വളർന്നു വലുതായി ഈ ഒരു ഷേപ്പിലെത്തി. ഈറോഡ് ഈ പ്രദേശവും ഈറോഡ് ഇടവകയും ഈ ഷേപ്പിലാകാനായിട്ട് വളരെ നിർണായകമായി പങ്കുവഹിച്ചവരാണ് ഈ ക്രിസ്തു ജ്യോതിയിൽ താമസിച്ച് ജോലി ചെയ്ത ജലാസിമ മുതൽ ലിൻസ് മരിയ സിസ്റ്റർ വരെയുള്ള അവരുടെ നേതൃത്വത്തിൽ ഇന്ന് വരെ എത്തിയിട്ടുള്ള എല്ലാവരും വളരെ നിർണായകമായി പങ്കുവഹിച്ചവരാണ്. ഈ ഈറോഡ് ഇടവകയുടെയും ഈറോഡ് ദേശത്തിൻ്റെയും വളർച്ചയിൽ, അഭ്യുന്നതിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഘടകമാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ഈ സമൂഹത്തിന് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഈ ഒരു ഷേപ്പിലേക്ക് ഇന്ന് 50ാമത്തെ വർഷം എത്തിച്ചേരുന്നതിന് വേണ്ടി ദൈവത്തിൽ നിന്ന്, മനുഷ്യരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾക്കൊക്കെ ബലിയർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ നന്ദി പറയുകയാണ്. അപ്പോൾ ആ ഒരു നന്ദിയുടെ ഒരു ചിന്ത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് നിങ്ങളെ സഹായിച്ച പിതാക്കന്മാർ, നിങ്ങളെ സഹായിച്ച വൈദികർ, കുംസാരക്കാരായിട്ടും അതുപോലെ കുർബാന വന്ന് അർപ്പിച്ചും ഒക്കെ സഹായിച്ചവർ, ഗൈഡൻസ് തന്നവരും, അതുപോലെ നമുക്ക് നേതൃത്വം നൽകിയ നമ്മുടെ തന്നെ സിസ്റ്റേഴ്സ്, നമ്മുടെ മേലധികാരികൾ, അതുപോലെ നാട്ടുകാർ, വീട്ടുകാർ, ഈ ഭാഗത്തുള്ള താമസിക്കുന്ന നമ്മുടെ ജനം, ഇവരൊക്കെ നമുക്ക് പലതരത്തിൽ നേരിട്ടും അല്ലാതെയൊക്കെ സഹായങ്ങളും അതുപോലെ പ്രോത്സാഹനവും ഒക്കെ നൽകിയതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നു വലുതായത്. അതൊക്കെ നമുക്ക് പ്രത്യേകമായ രീതിയിൽ ഓർക്കാനുള്ള അവസരം. ഇന്ന് കാണുന്ന പകിട്ടൊന്നും
അന്ന് ആരംഭിച്ചിട്ടുണ്ടാകില്ല. അത് പ്രായമുള്ള മരിച്ചുപോയ സിസ്റ്റേഴ്സിനോട്, ഇപ്പോൾ പ്രായമുള്ള സിസ്റ്റേഴ്സിനോട് ചോദിച്ചാൽ അറിയാം എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഈ ഷേപ്പിലേക്ക് എത്തിയത്. ഇപ്പോൾ ചെറുപ്പക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പക്കാർ ഹൈടെക് യുഗത്തിലായതുകൊണ്ട് എല്ലാ ഹൈടെക് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അക്കൂട്ടക്കാർ സന്യാസ സമൂഹത്തിലുണ്ടാവും, വൈദിക സമൂഹത്തിലുണ്ടാകും, വീട്ടിലുള്ളതുപോലെ തന്നെ. അപ്പോൾ ആ ഒരു കൃതജ്ഞതാ മനോഭാവത്തോടു കൂടി ദൈവമേ ഞങ്ങൾക്കുള്ളത് മുഴുവനും നീ തന്നതാണ്, നീയാണ് ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ ഈ ജൂബിലി അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാലോ, ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ, സന്യാസ ജീവിതത്തിൻ്റെ ഒക്കെ അർത്ഥം കണ്ടെത്തണമെങ്കിൽ അവരുടെ ശുശ്രൂഷ ഇല്ലാത്തിടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഞാൻ ഇവിടെ ചിലപ്പോഴൊക്കെ പറയാറുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിലേക്ക് പോയത് 2015 അങ്ങനെ അവിടെ ചെന്ന്, അപ്പോൾ അവിടെ ചെന്നൊരു 50, 60, 70 വർഷമൊക്കെ ആയിട്ടുള്ള ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ എന്നെ പരിചയപ്പെടാൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, പിതാവേ ഇന്ന് ഞങ്ങൾക്ക് 2 പിതാക്കന്മാരുണ്ട്, അച്ഛന്മാരുണ്ട്, പിന്നെ പലയിടത്തും കോൺവെൻറ്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. ഞങ്ങളൊക്കെ വന്നപ്പോൾ പിതാക്കന്മാരും ഇല്ല, അച്ഛന്മാരും ഇല്ല. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, വചനം പ്രഘോഷിക്കാൻ, ഞങ്ങൾക്കൊന്ന് ഉള്ളു തുറന്നൊന്ന് കുമ്പസാരിക്കാൻ. കാരണം നമുക്കുള്ള മെച്ചം, നമ്മൾ എല്ലാവരും പറയും അമേരിക്കയിലാണ്, ജർമ്മനിയിലാണ്, അല്ലെങ്കിൽ ഗൾഫിലാണെന്നൊക്കെ പറയും, നമ്മളെല്ലാവരും പറയും, പോകുന്നവരൊക്കെ പറയും. പക്ഷേ വാ തുറക്കുമ്പോൾ ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല, അറബിയും ഇല്ല, ജർമ്മനും ഇല്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സാധാരണ പോകുക. ഇപ്പോൾ റൂമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, റൂമിലൊക്കെ അങ്ങനത്തെ അവസ്ഥ. ഇപ്പോൾ എങ്ങനെയാണ്, മലയാളി അച്ഛന്മാർ വന്നിട്ടുണ്ടോ, സീറോ മലബാർ അച്ഛന്മാർ വന്നിട്ടുണ്ടോ, അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ആത്മാരൊക്കെ അങ്ങോട്ട് ഓടിപ്പോകും. അങ്ങനെ അവസ്ഥ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾ നടത്താനായിട്ട് വേണ്ടത്ര ആളുകളില്ലാതെ, സഹായിക്കാനില്ലാതെ എത്ര കുടുംബങ്ങളാണ് വഴിതെറ്റിപ്പോയത്, വിശ്വാസം നഷ്ടപ്പെട്ടത്. എത്ര മക്കളാണ് കുടുംബം തകർന്ന് തരിപ്പണമായി ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. അവർ പറയാണ് എന്താ കാരണം? വൈദികർ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അൽമായ സഹോദരന്മാർ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ അവസ്ഥ ജൂബിലി ആഘോഷിക്കുമ്പോൾ ചിന്തിക്കണം. ക്രിസ്തു ജ്യോതി കോൺവെൻറ്റിനോടും സ്കൂളിനോടും നിങ്ങൾ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തു ജ്യോതിയിലൂടെ ഞങ്ങളും മക്കളും ഈ നാട്ടുകാരും എന്താണ് സ്വന്തമാക്കിയതെന്ന് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനായിട്ട് നമ്മുടെ അൽമായ സഹോദരന്മാർക്ക് സാധിക്കണം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ചിലപ്പോൾ പറയില്ലേ? പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഇടവകയിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു കോൺവെൻറ്റ് വന്നത്. ആ കോൺവെൻറ്റ് വരാൻ ഒരുപാട് ആഗ്രഹിച്ചവർ, പക്ഷേ നടന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് കോൺവെൻറ്റ് വന്നത്. ഇപ്പോൾ ക്ലാരിസ്റ്റിൻ്റെയാണ് കോൺവെൻറ്റ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതില്ലാത്തതിൻ്റെ ഗുണം ആ നാട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈറോഡുകാർക്ക് അന്നുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ ഇന്നുള്ളവർക്ക് ചിലപ്പോൾ അത്ര വില കൽപ്പിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇടവക സമൂഹത്തോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, വൈദികരുടെയും സന്യസ്തരുടെയും ഈ ഭാഗത്തുള്ള സാന്നിധ്യം, അത് അച്ഛന്മാരാണെങ്കിലും പ്രദേശമാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇടവകയെ ശുശ്രൂഷ ചെയ്യാൻ വന്നിരിക്കുന്ന അച്ഛന്മാരാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. വൈദികർ എവിടെയുണ്ടോ, അവിടെ കുറവ് വരുന്നുണ്ടോ, വൈദികരുടെ ശുശ്രൂഷ എവിടെ ലഭിക്കാതെ വരുന്നുണ്ടോ, സന്യസ്തരുടെ ശുശ്രൂഷ എവിടെ ലഭിക്കാതെ വരുന്നുണ്ടോ അവിടെ സഭ തളരും. സഭ തളരുന്നതിൻ്റെ മറ്റൊരു അടയാളമാണ് കുടുംബങ്ങളുടെ ദൈവികത നഷ്ടപ്പെടുന്നു എന്നുള്ളത്. നമുക്കറിയാലോ, 1953 കുടുംബത്തെക്കുറിച്ചുള്ള സാർവത്രിക സിനഡ് കഴിഞ്ഞതിന് ശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറക്കിയ ചാക്രിയ ലേഖനമാണ് നമുക്കൊക്കെ ഏറെ സുപരിചിതമായിട്ടുള്ള കുടുംബ ഒരു കൂട്ടായ്മ, ഫാമിലിയാരിസ് കൺസോർഷ്യം എന്ന് പറയുന്നത്. അവിടെ മാർപ്പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ശക്തികളുടെയൊക്കെ പ്രവർത്തന രീതി കണ്ടിട്ട് മാർപ്പാപ്പ പറയുന്ന കാര്യമാണ്. ചില ശക്തികൾ വന്ന് പറയുന്നു, നിങ്ങൾ എന്തിനാ പൗരോഹിത്യം, എന്തിനാണ് നിങ്ങൾ സന്യാസം? കർത്താവ് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സൃഷ്ടിയുടെ അവസരത്തിൽ, പെറ്റുപെരുകുവിൻ, സന്താനപുഷ്ടിയുള്ളവരാകുവിൻ. പിന്നെ എന്തിനാ പൗരോഹിത്യം, പിന്നെ എന്തിനാ സന്യാസം? അതിന് മാർപ്പാപ്പ കൊടുക്കുന്ന ഒരു മറുപടിയാണ്, ഒരു മനുഷ്യന് മനുഷ്യജീവൻ ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ ഒരു മനുഷ്യന് ദൈവിക ജീവൻ ലഭിക്കുന്നത് പൗരോഹിത്യ സന്യാസ ശുശ്രൂഷകളിലൂടെയാണ്. അവിടെയാണ് പൗരോഹിത്യത്തിൻ്റെ റെലവൻസ്, അവിടെയാണ് സന്യാസത്തിൻ്റെ റെലവൻസ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഈറോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5 കോൺവെൻറ്റുകൾ, പിന്നെ കാർമൽ ആശ്രം, മുട്ടിന് അച്ഛന്മാരുടെ ശുശ്രൂഷ ഒക്കെ ഉണ്ട്. പക്ഷെ നിൽക്കുന്ന കാലം വന്നാൽ അതിൻ്റെ അടയാളങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ
ഇവരുടെ ശുശ്രൂഷ, ഇവരുടെ സാന്നിധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഈറോഡിനുണ്ടാകുന്ന ആത്മീയമായിട്ടുള്ള മരവിപ്പിനെക്കുറിച്ച് നമ്മുടെ കുടുംബജീവിതം നയിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും യുവജനങ്ങളും കുട്ടികളൊക്കെ ചിന്തിക്കണം. ഈറോഡ് ഒരു പെൺകുട്ടി ജനിച്ചു, എവിടെയാ? ഒരു കുഴപ്പമില്ല, അതാ ക്രിസ്തു ജ്യോതി തുറന്നു കിടക്കുന്നു. ഒരു ആൺകുട്ടി ജനിച്ചു, ഇതാ കിടക്കുന്നു കാർമൽ സ്കൂൾ. ഇങ്ങനെയുള്ള സൗകര്യങ്ങളില്ലാത്തതുണ്ടല്ലോ, എത്രയോ ഇടങ്ങളുണ്ട്. നല്ല സ്കൂളുകളില്ലാത്ത, മാനുഷികമായ ദൈവികമായ മൂല്യങ്ങൾ പഠിപ്പിക്കാൻ പരിശ്രമിക്കാത്ത എത്രയോ ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയുള്ള കുട്ടികളൊക്കെ എത്രയോ കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ദൈവത്തോട് നന്ദി പറയണം. ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന് വലുതാകാൻ ഇങ്ങനെയുള്ള ഇടത്ത് ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റിയതിൽ, ഇങ്ങനെയുള്ള സ്കൂളിൽ ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സിൻ്റെ അച്ഛന്മാരുടെ ശുശ്രൂഷ സ്വീകരിച്ചിട്ട് വളരാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് എല്ലാവരും നെഞ്ചത്തെ കൈവച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു ദിവസങ്ങളാണ് ഈ ജൂബിലി ആഘോഷം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റേഴ്സിനോടെങ്കിൽ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ദൈവിക ജീവൻ കൊടുക്കാനുള്ളവരാണ്. വൈദികരും സന്യസ്തരും ആത്മീയമായ ജീവൻ കൊടുക്കാനുള്ളവരാണ്. അത് നമ്മൾ കൊടുക്കാനായിട്ട് മറ്റ് പല കാരണങ്ങളുടെ പേരിൽ നമ്മൾ സമയമില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നടന്നാൽ ദൈവത്തിന് അവിടെ ചെല്ലുന്ന സമയത്ത് മാറി നിൽക്കാൻ പറയും. എന്നോടടക്കം മാറി നിൽക്കാൻ പറയും. വചനം കൊടുക്കാനായിട്ട് ജനം വചനം തേടി വരുമ്പോൾ, ദൈവിക മനുഷ്യരെ കണ്ട് സംസാരിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് അവരുടെ ജീവിതാവസ്ഥ മനസ്സിലാക്കാൻ അവരുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നില്ലെങ്കിൽ, വചനം കൊടുക്കാൻ, ദൈവിക ജീവൻ കൊടുക്കാൻ, ദൈവിക ജീവൻ പരിപോഷിപ്പിക്കാനായിട്ട് ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുത്ത് ഇറങ്ങിത്തിരിച്ചവർ അത് പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തിയാൽ അത് നമ്മുടെ ഭാഗത്തു നിന്ന കൃത്യവിലോപമാണ്. ജനം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങണം. ഈറോഡ് മഠം സ്ഥാപിച്ചു, ഇത്രയും വളർന്നു വലുതായി 50 വർഷം കഴിഞ്ഞു. നമ്മൾ നന്നായി ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈറോഡ് ഇടവകയെയും ഈറോഡ് നാടിനെയും ഈ ഭാഗത്ത് ചുറ്റുപാടുമുള്ള എല്ലാ നാട്ടുകാരെയൊക്കെ വളർത്തി വലുതാക്കുന്നതിന് ഒരുപാട് കൊടുത്തിട്ടുള്ളൊരിടമാണിത്. ക്രിസ്തു ജ്യോതി അല്ലെങ്കിൽ ഹോസ്പിറ്റല് അല്ലെങ്കിൽ കാർമൽ ആശ്രമം. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ അത് ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ കാരണമാക്കണം. അതാണ് ജൂബിലിയിൽ സംഭവിക്കേണ്ടത്. സ്കൂളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതല്ല ഇതൊക്കെയല്ല സംസാരിക്കില്ല, അത് വേറെ കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പവർ ഹൗസ് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് മുന്നോട്ട് പോകണം, ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കണം. നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല. ഇന്നിപ്പോൾ ജനം വളരെ വേദനയോടി പറയുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ. അതായത് പണ്ടത്തെ പോലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങളുടെ തേടി വരുന്നില്ല എന്ന് പറയാണ്. ഇപ്പം അവർ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവരെ അങ്ങനെ കാത്തിരിക്കുന്നില്ല. ചില അച്ഛന്മാർ ചെല്ലുകയാണ്, സിസ്റ്റർ എന്താ പോകുന്നതെന്ന്. അല്ല, ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതാ, ഞങ്ങൾക്ക് ഇപ്പോൾ വേറെ പരിപാടിയുണ്ട്, ഇപ്പോൾ വരണമെന്നില്ല കേട്ടോ, നിങ്ങൾ തിരിച്ചു പോരുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിദേശത്തൊക്കെ പോയി ശുശ്രൂഷ ചെയ്തവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജനം നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലണം. ആ കടന്നു ചെല്ലാനായിട്ട് നല്ല മനസ്സ് നമുക്കുണ്ടാകണം. എന്തൊക്കെ നമുക്കൊക്കെയുണ്ട്, നമുക്ക് ക്ഷീണമുണ്ട്, ആരോഗ്യക്കുറവുണ്ട്, സമയക്കുറവ് ഒക്കെ എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ അതേസമയം ഞങ്ങൾ വിളിക്കപ്പെട്ടത് ഇതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തെ കൊടുത്തില്ലെങ്കിൽ, വചനം കൊടുത്തില്ലെങ്കിൽ അതിന് വേറെ ആർക്കും പകർന്നു നിൽക്കാൻ പറ്റില്ല, നമുക്കിനിയേ പറ്റുള്ളൂ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും നമ്മൾ വചനം പ്രഘോഷിക്കാനും ഒക്കെ നമ്മൾ കാരണമാകണം. അതുകൊണ്ട് ഈറോഡിൻ്റെ തുടർന്നുള്ള ഒരു അവസരത്തിൽ അടുത്ത പ്ലാറ്റിനം ജൂബിലി ആണല്ലോ, ആ പ്ലാറ്റിനം ജൂബിലിക്ക് ഒരുക്കമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ആത്മപരിശോധന നടത്തിയിട്ട് എവിടെയൊക്കെയാണ് പുഴുക്കുത്തുകൾ ഏറ്റിട്ടുള്ളത്, എവിടെയൊക്കെയാണ് തകരാറുകൾ ഉണ്ടായിട്ടുള്ളത്, അതൊക്കെ ഒന്ന് ക്ലിയറാക്കി കുറച്ചുകൂടി ആവേശത്തോടു കൂടി കുറച്ചുകൂടി ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പുനഃപ്രതിഷ്ഠയുടെ ഒരു മനസ്സ് നമുക്ക് ജൂബിലി അവസരത്തിൽ ഉണ്ടാകണം. അതുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള കാരണമാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത്. നമ്മൾ കണ്ടംപ്ലേറ്റീവ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വി വിൽ ബി ആക്റ്റീവ്. കണ്ടംപ്ലേറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ എന്താണ് വിളിയുടെ സാരാംശം, എന്തിനു വേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടത്, എന്തിനു വേണ്ടിയാണ് വൈദികരായത്, എന്തിനു വേണ്ടി സന്യസ്തരായത് എന്നുള്ള ഒരു രീതിയിലുള്ള ഉൾക്കാഴ്ച നമുക്ക് പ്രാർത്ഥനയോടെ ലഭിച്ചാൽ നമ്മൾ പിന്നെ നമ്മുടേതായ കൊച്ചു കൊച്ചു രീതിയിലൂടെ ഒക്കെ
തമ്പുരാന് പകർന്നു കൊടുക്കാനുള്ള താല്പര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനോട് സംസാരിച്ച മർത്തായും മറിയത്തിന് കൊടുത്ത നീ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, നിൻ്റേതാണ്, അത് ഒരിക്കലും എടുക്കപ്പെടില്ല. ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, അതൊക്കെ പലരും മറന്നു പോകും, നമുക്കും ചിലപ്പോൾ മറവി സംഭവിക്കും. പക്ഷേ ദൈവസന്നിധിയിലുള്ള സമ്പത്ത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. അതാണ് മറിയത്തിന് ലഭിച്ച പ്രോമിസ്, കർത്താവിൽ നിന്ന് ലഭിച്ച പ്രോമിസ്. അത് ലഭിച്ച് അത് മറ്റുള്ളവർ കൊടുക്കണം. നമ്മൾ സ്വന്തമാക്കിയാൽ പോരാ. ഇവിടെ നമ്മുടെ ക്രിസ്തു ജ്യോതിയിലായാലും സെറാഫി പ്രോവിൻസിലായാലും എത്രയോ സുന്ദരമായിട്ട് ഓടി നടന്ന് അധ്വാനിക്കുന്ന ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്നതൊക്കെ മതിയോ എന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യാനുള്ള അവസരം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ടു ബി മോർ ആക്റ്റീവ് ആൻഡ് കണ്ടംപ്ലേറ്റീവ് ആൻഡ് ടു ഗീവ് ക്രൈസ്റ്റ് ടു ദർ പീപ്പിൾ. ക്രിസ്തു ജ്യോതി, ക്രിസ്തു പ്രകാശമായി വന്നു, ആ പ്രകാശത്തിലേക്ക് ക്ഷണിക്കണം എല്ലാവരെയും. ആ പ്രകാശം മറ്റുള്ളവർ കൊടുക്കണം. അപ്പോഴേ ക്രിസ്തു ജ്യോതി ജൂബിലി പൂർണ്ണമാകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. ക്രിസ്തു ജ്യോതി കോൺവെൻറ്റിലൂടെ ഈ ലോകത്തിനും നാടിനും ഇടവകയ്ക്കും രൂപതയ്ക്കൊക്കെ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നല്ല ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈറോഡ് ഇടവക അതിർത്തിയിൽ ഒന്ന് ശുശ്രൂഷ ആരംഭിക്കാനും 50 വർഷം നിൻ്റെ പ്രകാശമായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധിക്കുന്ന രീതിയിലൊക്കെ ശുശ്രൂഷകൾ നിർവഹിക്കാനും ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും തന്നതിനെ ഓർത്ത് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ വർഷങ്ങളിലെല്ലാം ഞങ്ങളെ നയിച്ച പിതാക്കന്മാരെയും അച്ഛന്മാരെയും ഗുണകാംക്ഷികളെയും ഉപകാരികളെയും ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരിലൂടെ ഇടവകയ്ക്കും നാടിനും സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനൊക്കെ ലഭിച്ചിട്ടുള്ള പലതരത്തിലുള്ള നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ മർത്തയെപ്പോലെ മറിയത്തെപ്പോലെ ഞങ്ങളുടെ ജീവിതം മുഴുവൻ വിട്ടുകൊടുക്കാൻ, ഫ്രാൻസിസ് അസീസിയെപ്പോലെ ക്ലാരയെപ്പോലെ നീയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച സമ്പാദ്യം എന്ന് മനസ്സിലാക്കി ഞങ്ങളെ തന്നെ നോക്കിക്കാണാൻ, ഞങ്ങളെ തന്നെ പുനഃപ്രതിഷ്ഠിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിട്ടുണ്ടോ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമോ, ആരൊക്കെ പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ടോ, എല്ലാവരെയും ഞങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അവർക്കൊക്കെ ആവശ്യമുള്ളതെല്ലാം നിൻ്റെ സമ്പന്നതയിൽ നിന്ന് നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ്ലീഹായുടെ ഫിലിപ്പിയർക്കുള്ള ലേഖനം ഞങ്ങളെ ഓർക്കുകയാണ്. സന്തോഷത്തോടു കൂടി സ്വയം മറന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ നീ വചനത്തിലൂടെ ഞങ്ങളോട് പറയുകയാണ്, അപ്പോൾ നിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് മുഴുവനും കർത്താവ് തരും. അതാണ് ഞങ്ങളുടെ അഷുറൻസ്. കർത്താവെ, കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ ക്ലാര, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായി, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായി, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായി നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും
ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാറാണ്ടൂസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോൾ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കാരുണ്യവാനും അനുഗ്രഹസമ്പന്നനുമായ ഈശോയെ, കഴിഞ്ഞ 50 വർഷക്കാലം അങ്ങ് ഞങ്ങളുടെ ഭവനത്തിലും വിദ്യാലയത്തിലും ചുരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഒന്നു ചേർന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ വളർച്ചയ്ക്ക് ആരംഭം മുതൽ അധ്വാനിച്ചവരെയും എല്ലാ ഉപകാരികളെയും അനുഗ്രഹിക്കണമേ. മരിച്ചുപോയവർക്ക് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. മലയിലെ പണിത പട്ടണം പോലെ ഞങ്ങളുടെ ഈ ഭവനവും വിദ്യാലയവും ഈ പ്രദേശത്തിനും നാടിനും ലോകം മുഴുവനും സുവിശേഷ വെളിച്ചം പകരുന്ന ഭവനമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഏറെ സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ അഭിമന്യമാർ പോൾ ആലപ്പാട്ട് പിതാവിനെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. പിതാവിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ അങ്ങയുടെ അഭിഷേകവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായ നിന്റെ മാമോദീസ വഴി സ്വർഗീയ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിന് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറഞ്ഞ് മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. താതനും അതുപോലാത്മജനും ദിവ്യരൂഹാഖ്യം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാൻ പാവനമീ ബലിയിൽ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ.
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. പിതാവും പുത്രനും പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേയത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ലോകതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Forever, holy be the mighty
കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായി ദാസ് അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്താക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ പോൾ മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാമിതമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനും പ്രത്യേകമായി ഞങ്ങളുടെ വൈദിക സന്യാസാർത്ഥികൾക്കും ഞങ്ങളുടെ എല്ലാ ഉപകാരികൾക്കും പ്രത്യേകമായി ക്രിസ്തുജ്യോതി സമൂഹത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ നാദരായി ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ ഓരോ നിർമ്മിക്കും. വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, പാവമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിന് ദൈവപരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ലടയ എനിക്കറിയാവുന്നത് അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുമ്പ് നിൽക്കുന്ന ശുശ്രൂഷയെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കളറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാവമോചകമായ തിരുശരീരത്വങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഈർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. ജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരോഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. വരുവിൻ, മനുഷ്യകുലത്തെയും ലോകം മുഴുവനെയും ദുഷ്ടനിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ കൃപയാൽ കടങ്ങളുടെ പൊറുതിക്കായി തൻ്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമുക്ക് നൽകി. ഹല്ലേലൂയ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. പാപമോചനം നൽകുന്ന ദൈവകൃപയുടെ ദാനം കാണവേ. സഹോദരരെ, ഇത് സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടുവേ. സ്നേഹം സ്നേഹം ദൈവസ്നേഹം സ്നേഹം ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ സ്വർഗഭാഗ്യം ഭാഗ്യം സ്വർഗഭാഗ്യം ഭാഗ്യം ഇന്നെൻ ഹൃത്തിൽ ഈശോ വാസമായി.
മിശിഹായ നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അഭീഷ്ടം നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്ക് കാരണമാകട്ടെ. യുഗങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കരകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ നാഥാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർത്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാനും അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനും പങ്കുചേരാനും ഞങ്ങളെ യോഗ്യരാക്കിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായേ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപകറകൾ കഴുകുകയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുവരായ ഞങ്ങളെ ദൈവിക ജീവനിൽ വളർത്തി നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന നിന്റെ അനുദാനത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവം നിത്യസമാരാധ്യൻ ഭൂവിലയച്ചു തൻ സുതനെ യോർദാൻ നദിയിൽ ത്രിത്വത്തിൻ ദിവ്യരഹസ്യം വെളിവാക്കി പാവനരക്തശരീരത്താൽ മാനവ പാപം നീക്കി മുതാ ദത്തവകാശം നൽകിയവൻ നിങ്ങൾ കാശി സേകട്ടെ. നരരെ ദൈവിക സുതരാക്കി സത്യത്തിൻ പരിപൂർണതയിൽ കാത്തു നയിക്കും രൂഹതൻ ശക്തിയുമൻപും ചൊരിയട്ടെ. ജീവനേഴും തിരുശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിന് അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസത്തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ.
അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. സ്നേഹനാഥനായ ഈശോ അങ്ങയുടെ മനസ്സും ദർശനവും സ്വന്തമാക്കി സഭയുടെ ആവശ്യം കണ്ടറിഞ്ഞ് ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞങ്ങളുടെ സമർപ്പിതരെ ശക്തിപ്പെടുത്തണമേ. രൂപതയുടെ കൂട്ടായ്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വൈദികരുടെയും സമർപ്പിതരുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലായിരിക്കണമേ. മാർത്തോമാ ശ്ലീഹായ വിശുദ്ധ അൽഫോൻസമ്മേ, ഞങ്ങളുടെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയമാണ്. ആദ്യമായി പിതാവും സഹകാർമ്മികരും ప్రజలందరిపై దయదాక్షిణ్యములతో దయ చూపినాడమ్మా దయగల మన యేసు. అవనిల ప్రజలందరిపై దయదాక్షిణ్యములతో ధన్యులను చేసినాడు దీనుడైన తన జన్మతో. ధన్యులను చేసినాడు దీనుడైన తన జన్మతో. ధవలవర్ణుడు రత్నవర్ణుడు వెలుసని ధరణిలో, ధవలవర్ణుడు రత్నవర్ణుడు వెలుసని ధరణిలో దయ చూపినాడమ్మా దయగల మన యేసు. అవనిలో ప్రజలందరిపై దయదాక్షిణ్యములతో
చూపినాడమ్మా దయగల మన యేసు. అవనిలో ప్రజలందరిపై దయదాక్షిణ్యములతో పశువుల పాక శిశువును చూసి తన స్థితి మరచి మురిసిపోయెను. పశువుల పాక శిశువును చూసి తన స్థితి మరచి మురిసిపోయెను. ఆ స్థలము హృదిలో ప్రత్యేకమైనదాయెను. ఆ స్థలము హృదిలో ప్రత్యేకమైనదాయెను. పులకించి కదిలించే ప్రతి హృదయం, పులకించి కదిలించే ప్రతి హృదయం వెలుగునందెను ఈ లోకము తేజమైని జన్మతో, వెలుగునందెను ఈ లోకము తేజమైని జన్మతో. దయ చూపినాడమ్మా దయగల మన యేసు. అవనిలో ప్రజలందరిపై దయదాక్షిణ్యములతో దయ చూపినాడమ్మా దయగల మన యేసు. అవనిలో ప్రజలందరిపై దయదాక్షిణ్యములతో ధన్యులను చేసినాడు దీనుడైన తన జన్మతో. ధన్యులను చేసినాడు దీనుడైన తన జన్మతో. ధవలవర్ణుడు రత్నవర్ణుడు వెలిసిని ధరణిలో, ధవలవర్ణుడు రత్నవర్ణుడు వెలిసిని ధరణిలో. దయ చూపినాడమ్మా దయగల మన యేసు. అవనిలో ప్రజలందరిపై దయదాక్షిణ్యములతో ജീവിതത്തിൽ ദൈവത്തെ
ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരി